ഡോക്ടർ വി ശിവദാസൻ, ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും നടന്ന സംഭവവികാസങ്ങൾ, നീല വേഷമണിഞ്ഞെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ, ഉന്തും തള്ളും, ആരെ തള്ളി, ആർക്ക് പരിക്കേൽപ്പിച്ചു എന്നതിലേക്ക് തർക്കവും പരിഹാസവും ഒക്കെ നീളുന്ന കാഴ്ചയാണ് കണ്ടത്. യഥാർത്ഥത്തിൽ അംബേദ്കർ എന്ന വിഷയം പല വിഷയങ്ങളാൽ ഭിന്നിച്ചു നിന്ന പ്രതിപക്ഷത്തെ ഒരുമിപ്പിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? പാർലമെൻറ്റിൽ അമിത്ഷാ നടത്തിയിട്ടുള്ള പ്രസംഗം എത്രമേൽ മോശപ്പെട്ടതായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരു ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ നടത്താൻ പാടില്ലാത്ത പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. രാജ്യത്തെ ജനതയുടെ ഏറ്റവും വലിയ സാമൂഹ്യ വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് അംബേദ്കർ. അദ്ദേഹത്തെ ഏറ്റവും മോശപ്പെട്ട നിലയിൽ അധിക്ഷേപിക്കുകയാണ് അമിത്ഷാ സഭയിൽ ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ കേട്ടാൽ മനസ്സിലാകും എത്രമാത്രം അരോചകമായിട്ടാണ് അദ്ദേഹം സഭയിൽ അംബേദ്കറിൻ്റെ പേരുച്ചരിച്ചത് എന്നുൾപ്പെടെ കാണാൻ കഴിയുന്ന കാര്യമാണ്. നിങ്ങൾ അംബേദ്കർ എന്ന മന്ത്രിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ പേര് മന്ത്രിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ 7 തലമുറയ്ക്ക് സ്വർഗം കിട്ടുമായിരുന്നു എന്ന് പറയുന്നതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് BJPയുടെ എന്ന് പറഞ്ഞാൽ മോദിയും അമിത്ഷായും നേതൃത്വം നൽകുന്ന ഈ ഭരണകാലത്ത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 21 ഇടങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിന് പ്രവേശനം നൽകിയിട്ടില്ല എന്ന് പാർലമെൻറ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മറുപടിയാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിന് പ്രവേശനം നൽകിയിട്ടില്ല 15 എന്നുള്ളത് നാം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ആദിവാസി വിഭാഗത്തിൽ നിന്ന്, ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഭകളായിട്ടുള്ള ആളുകൾക്കുൾപ്പെടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ള വാർത്തകൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഫീസ് അടക്കാൻ കഴിയാത്തതിൻ്റെ, അതുപോലെ പലവിധ പ്രയാസങ്ങളുടെ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ദളിത് വിദ്യാർത്ഥികളുടെ വാർത്തകൾ കൊണ്ട് മുഖരിതമായിട്ടുള്ള ഒരു ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. ഫെലോഷിപ്പുകൾ വെട്ടിക്കുറച്ചിട്ടുള്ള SC/ST വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പുകൾ, രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ഫെലോഷിപ്പുകൾ, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന മൗലാന ആസാദ് ഫെലോഷിപ്പ് തുടങ്ങിയവ വെട്ടിക്കുറച്ചത് ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഭരണത്തിലാണ്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യനീതി എന്നുള്ളത് അംബേദ്കറിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം കൊണ്ടു നടന്നിട്ടുള്ള ഒരു വികാരമാണ്. ആ സാമൂഹ്യനീതിയെ കുഴിച്ചു മൂടാൻ വേണ്ടിയുള്ള നീക്കമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യനീതിയെ കുഴിച്ചു മൂടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനിടയിൽ അംബേദ്കർ എന്ന പേര് അവരുടെ ഓരോ ചുവടുകളിലും അവർക്ക് ഭയമായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അംബേദ്കർ മുന്നോട്ട് വച്ചിട്ടുള്ള സാമൂഹ്യനീതിയുടെ മുദ്രാവാക്യം ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും അംബേദ്കറിനെ അപമാനിച്ച ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയമില്ല. പ്രതിപക്ഷം എന്താ പാർലമെൻറ്റിൽ പറഞ്ഞത്? അദ്ദേഹം അംബേദ്കറിനെ അപമാനിച്ച ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സഭയിൽ മാപ്പ് പറയണം, അദ്ദേഹം രാജിവെക്കണം. ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 2 ദിവസമായിട്ട് സഭ വലിയ നിലയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോയിട്ടുള്ളത്. സഭയ്ക്ക് പുറത്ത് പാർലമെൻറ്റിൻ്റെ പ്രധാന ഗേറ്റിൽ മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, MP-മാരൊക്കെ അണിനിരന്നിട്ടുള്ള വലിയ മുദ്രാവാക്യവും പ്രകടനവും. ആ പ്രകടനത്തിന് ശേഷം ആ പ്രധാന ഗേറ്റിൻ്റെ മുന്നിലെത്തിയിട്ടുള്ള പ്രകടനത്തിലേക്ക് ഭരണകക്ഷിയുടെ ആളുകൾ തള്ളിക്കയറുകയാണ്. അംഗബലം അവർക്ക് കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അംഗബലം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രകടനത്തെ അലങ്കോലപ്പെടുത്തുക എന്നുള്ളത് ന്യായമായിട്ടുള്ള കാര്യമല്ലല്ലോ. എന്നിട്ടോ അത്രമേൽ ന്യായമല്ലാത്ത കാര്യം ചെയ്തതിന് ശേഷം പ്രതിപക്ഷത്തെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവർ നടത്തുകയും ചെയ്തു. കള്ളക്കേസുണ്ടാക്കാനും ആ കള്ളക്കേസിൻ്റെ മുകളിലുള്ള പരാതി ചെയർമാൻ്റെ ഇടയിൽ ചെന്നിട്ട് അവതരിപ്പിക്കാനും ഒക്കെ അവർക്ക് സന്ദർഭവും സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ചെയർമാൻ അത് സഭയിൽ പറയുകയും ചെയ്തു. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് രാജ്യത്തെ ട്രഷറി ബെഞ്ച് ഭരണപക്ഷം കാണിക്കേണ്ടുന്ന മാന്യതയുണ്ട്. ആ മാന്യതയൊക്കെ നിങ്ങൾ ലംഘിക്കുകയാണ്. ഈ ആദിവാസി വനിതാ MP-യെ അപമാനിച്ചു എന്നടക്കമുള്ള ആരോപണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് BJP എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളാരും ആ ദൃശ്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ പിടിച്ചു തള്ളുന്നു. ഖാർഗെയുടെ മേലേക്കും ഇതുപോലെ ഒരാൾ വന്ന് വീഴുന്നു. ഖാർഗെ അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നു. ഖാർഗെയ്ക്ക് മേലെയും ആക്രമണം ഉണ്ടാകുന്നെന്ന് ഖാർഗെ പറയുന്നു. അപ്പുറത്ത് മറ്റൊരു പ്രായമുള്ള MP ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതാണ് രാഹുലിനെതിരെയുള്ള ആരോപണം. ദുബൈയുടെ പരസ്യ പ്രതികരണം അടക്കമുള്ള അവർ എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങൾ. അപ്പോൾ ആരെയാണ് ആക്രമിച്ചത്? ഇവിടെ
ദൃശ്യങ്ങളൊക്കെ കാണുന്നതിന് അവിടെ ഓരോ പാർലമെൻറ്റ് അംഗത്തെയും നിരീക്ഷിക്കുന്നതിന് ഒരു പാർലമെൻറ്റ് അംഗത്തിന് 5 എന്ന നിലയിൽ ക്യാമറകൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഓരോ മുക്കും മൂലയും ഒപ്പിയെടുക്കാനുള്ള ക്യാമറകളുണ്ട്. അവിടെ പാർലമെൻ്ററി സെക്യൂരിറ്റി വിങ്ങിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇപ്പോൾ CISFനെ വിന്യസിച്ചിരിക്കുകയാണ്. അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പാരാമിലിറ്ററി ഫോഴ്സും പോലീസ് സേനയും ഒക്കെയാണ് പാർലമെൻറ്റിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവിടെ നിൽക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി കൊടുക്കുകയുണ്ടായി. എന്താണ്, അവിടെ പാർലമെൻ്ററി സെക്യൂരിറ്റി വിങ്ങാണ് ഈ ചുമതലകൾ നിർവഹിക്കേണ്ടത്. ആ സെക്യൂരിറ്റി വിങ്ങിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരമായിട്ട് പാർലമെൻറ്റിൻ്റെ നിഷ്പക്ഷമായിട്ടുള്ള സ്പീക്കറുടെയും രാജ്യസഭാ ചെയർമാൻ്റെയും ഉത്തരവാദിത്വത്തിൽ നടപ്പിലാക്കപ്പെടേണ്ടുന്ന സെക്യൂരിറ്റി സംവിധാനത്തെ പൂർണ്ണമായും അമിത്ഷായുടെ കൈകളിലേക്ക് ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് തെറ്റാണ് എന്ന് ഞാൻ ഈ തീരുമാനം വന്ന സമയത്ത് തന്നെ സ്പീക്കർക്ക് അതോടൊപ്പം നമ്മുടെ ചെയർമാന് കത്തെഴുതുകയുണ്ടായി. അപകടകരമായിട്ടുള്ളൊരു കീഴടക്കം ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ. ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംശയത്തിന് ഇടയുണ്ടാവില്ലല്ലോ. ആരും ഒരു തർക്കത്തിനും പോകേണ്ടുന്ന കാര്യമില്ലല്ലോ. ഓർമ്മപ്പെടുത്തുന്നത് ഏത് കളവും പറയാം, ഏത് കളവും പ്രചരിപ്പിക്കാം എന്ന നിലയിലേക്ക് BJP RSS സംഘം പോകുന്നത് നാം ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. അവർക്ക് കൂട്ടുപിടിക്കുന്ന ആളുകളായിട്ട് നിഷ്പക്ഷരായിരിക്കേണ്ടുന്ന ആളുകൾ, ഏറ്റവും വലിയ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾ, അവരോടൊപ്പം നിന്ന് അവരുടെ വക്താക്കളും അവരുടെ ഉദ്ദേശത്തിൻ്റെ പ്രയോക്താക്കളുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മഹനീയതയെ കളങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളത് കൂടിയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. BJP RSS അംബേദ്കറിനോട് ഏറ്റവും വലിയ വിദ്വേഷം അവർക്കുണ്ട്. കാരണം അവരുടെ രാഷ്ട്രീയം നടപ്പിലാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിന്നിട്ടുള്ള ആളുകളിൽ ഒരാൾ അംബേദ്കർ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അംബേദ്കർ ഈ നാട്ടിലെ പട്ടികജാതി ജനവിഭാഗത്തിന്, ആദിവാസി ജനവിഭാഗത്തിന് സംവരണം വേണമെന്ന് വാദിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് അംബേദ്കർ. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനുവാദികൾക്കെതിരായിട്ട് RSSൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ശബ്ദിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് RSS അമിത്ഷാ അംബേദ്കറിനെ അപമാനിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് കണ്ട് രാജ്യത്തെ ജനാധിപത്യവാദികൾ അടങ്ങിയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല. ശരി, അംബേദ്കർ 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 എന്ന് വിളിക്കുന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ സ്വർഗമെങ്കിലും കിട്ടുമെന്നുള്ള വാചകങ്ങളിൽ പരിഹാസമില്ലേ? ഭരണഘടനാ ശില്പിയെ അനാദരിക്കലില്ലേ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.